എത്തിച്ചതുകൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ 2 പത്തുകളും കഴിഞ്ഞ് 3ാമത്തെ പത്തിലേക്ക് നാം സമാഗതമായിരിക്കുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിയാറുകൾക്ക് ഏറ്റവും കൂടുതൽ നരകമോചനം നൽകപ്പെടുന്ന ഇദത്തും മിനന്നാറിന്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ, ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില സഹാബികൾ വിഷം തിരിഞ്ഞതുകൊണ്ട് വിഷം തിരിഞ്ഞവർക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചത് കൊണ്ട് തന്നെ ആ ദുരിതം നീങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേദനകൾക്കും ദുരിതങ്ങൾക്കും അതുകൊണ്ട് ശമനമുണ്ടായിട്ടുണ്ട് എന്ന് മഹാന്മാരായ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അക്കാര്യം മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അഹ്മദ് റളിയല്ലാഹു അൻഹു, ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ദാവൂദ്, തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ നസാഇ, ഇബ്നു മാജ, ഇബ്നു ജരീർ, ഹാക്കിം, ബഹീഖി എന്നീ തുടങ്ങിയ മഹാന്മാരായ ഈ കിതാബുകളിലൊക്കെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 30 വാഹനക്കാരെ ഒരു സൈനിക നടപടിക്കായി അയക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊരു അറബി ഗോത്രത്തിൽ ഇറങ്ങി വിശ്രമിക്കുമ്പോൾ അവരോട് ആതിഥ്യത്തിനു വേണ്ടി സൽക്കരിക്കാൻ വേണ്ടി അപേക്ഷിച്ചു. പക്ഷെ അവർ വിസമ്മതിച്ചു. പിന്നെ അവരുടെ നേതാവിന് വിഷം തീണ്ടുകയും അപ്പോൾ അവർ ഞങ്ങളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, തേള് കുത്തിയാൽ വിഷമിറക്കാൻ മന്ത്രം പറയുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അപ്പോൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്, എനിക്കറിയാം. പക്ഷേ പ്രതിഫലം തരാതെ ഞാൻ ഒന്നും ചെയ്തു തരില്ല നിങ്ങൾക്ക്. കാരണം അവരോട് സർക്കാരത്തിന് അവരോട് പറഞ്ഞപ്പോൾ അവരതിന് സമ്മതിക്കാത്തത് കൊണ്ട് ഒരു നിബന്ധന വെക്കുകയാണ്. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങൾ 30 ആട് തരാം എന്ന് അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയും ഞാൻ 7 വട്ടം അൽഹംദുലില്ലാഹ് മന്ത്രിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ. ആട് വാങ്ങിയപ്പോൾ നിങ്ങൾക്കൊരു സംശയം, പ്രതിഫലം വാങ്ങാവോ? മന്ത്രിച്ചു കൊടുത്താൽ അതിന് പ്രതിഫലം വാങ്ങാൻ പറ്റുമോ? അതിനാൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എത്തുവോളം ഞങ്ങളതിൽ നിന്നും ഒന്നും അനുഭവിച്ചിട്ടില്ല. ആ ആടുകളിൽ നിന്ന് അതിന്റെ പാലോ മറ്റോ ഒന്നും ഞങ്ങൾ ഉപയോഗിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, അതൊരു മന്ത്രമാണ്. ആ മന്ത്രം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം പങ്കുവെച്ചു കൊള്ളുവീനെന്ന് മഹാനായിരിക്കുന്ന ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അതിലൊരു വിഹിതം എനിക്കും തന്നേക്കൂ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, ഫാത്തിഹ വിഷത്തിന്റെ ശമന ഔഷധമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഫാത്തിഹ എന്ന് പറയുന്നത് ശിഫാഉ മിൻ കുല്ലി ദാ, സർവ്വ രോഗത്തിനും ശമനമാണ്, മരണമൊഴികെ. മരണമല്ലാത്ത സർവ്വ രോഗത്തിനും ഫാത്തിഹ സൂറത്ത് ശമനമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മനാവി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഇതിന് നൽകിയ വ്യാഖ്യാനം എന്താണ്? മനാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അജ്ഞത പാപം പ്രത്യക്ഷവും
പരോക്ഷവുമായ രോഗങ്ങൾ എന്നിവക്കെല്ലാം അത് ശമനമാണെന്നർത്ഥം. ശിഫാഉ മിൻ കുല്ലി ദാഇ എന്ന് പറഞ്ഞാൽ സർവ്വരോഗത്തിനും ശമനമാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഖുർആനിന്റെ ആശയങ്ങൾ ചിന്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും യഖീൻ വർദ്ധിക്കുകയും ചെയ്തവർക്കെല്ലാം, അതായത് ഉറപ്പ് ചെയ്തവർക്കെല്ലാം എന്ത് കാര്യത്തിനും അത് ഖുർആൻ ഒറ്റമൂലിയാണ്. ഫാത്തിഹയെ തുലാസിന്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ പരിശുദ്ധമായ ഖുർആനും വെച്ചാൽ ഫാത്തിഹയുടെ തട്ട് 7 ഇരട്ടി കനം തൂങ്ങുമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, മഹാന്മാരായ മുഹദ്ദിസുകൾ, മഹാന്മാരായിരിക്കുന്ന സൂഫിയാക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. സവാഹിബുൽ ജാമിഉ സഗീറിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫാത്തിഹയെ തുലാസിന്റെ ഒരു തട്ടിലും ബാക്കി ഖുർആൻ മറ്റേ തട്ടിലും വെച്ചാൽ ഫാത്തിഹയുടെ തട്ടിനു 7 ഇരട്ടി കനം തൂങ്ങും. അപ്പോൾ അത്രമാത്രം മഹത്വമുള്ള സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. റൂഹുൽ ബയാൻ ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹ എന്നത് പ്രതിഫലത്തിൽ ഖുർആനിന്റെ 3/2 ഭാഗത്തിന്റെ തുല്യമാകും. അബ്ദുല്ലാഹ് ഇബ്നു ഹമീദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ കൊണ്ട് തന്നെ സത്യം, മുൻ വേദങ്ങളായ തൗറാത്തിലോ അതുപോലെ പരിശുദ്ധമായ ഖുർആനിൽ തന്നെയോ ഇതിന്, അതായത് ഫാത്തിഹക്ക് തുല്യമായ ഒരു സൂക്തം അല്ലാഹു അവതരിപ്പിച്ചിട്ടില്ല തന്നെ. നിശ്ചയം ഇതാണ് സബഉൽ മസാനി എന്ന് പറയുന്നത്. ഖുർആനുൽ അലീമും ഇത് തന്നെയാണ് എന്ന് മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അല്ലാഹുവെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രശംസ പരിശുദ്ധമായ ഫാത്തിഹയെ നമുക്ക് കാണാൻ സാധിക്കും. സബഉൽ മസാനി എന്ന പേര് വെക്കപ്പെട്ടത് തന്നെ അതിന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. നമസ്കാരത്തിലായാലും മറ്റ് പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നതും ഈ പേര് വെക്കപ്പെടാൻ കാരണമാണ് എന്ന് ഉമ്മുൽ ഖുർആൻ എന്നും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുള്ളതായി കാണാം. പരിശുദ്ധമായിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കുമെന്ന് പറയുന്നതായി കാണുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനായ നബിയെ, അങ്ങയുടെ സമുദായത്തിന് ശിക്ഷയുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചതോടെ ആ ഭയം എനിക്ക് മാറി, അത് തീർന്നു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ മാതാവിന്റെ കാരണം എന്താണ്? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പാപികളെ ശിക്ഷിക്കുമെന്ന് അല്ലാഹു താക്കീത് ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കെല്ലാം നരകം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. 7 കവാടങ്ങളാണല്ലോ നരകത്തിനുള്ളത്. ഫാത്തിഹയിലെ ആയത്തുകളും 7 തന്നെ. അപ്പോൾ അവ ഓതിയാൽ ഓരോ ആയത്തും ഓരോ കവാടത്തിനും മോചനമായി തീരുന്നു. തന്മൂലം അങ്ങയുടെ സമുദായം സുരക്ഷിതരായി അതിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി സാധിക്കുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. റോമൻ ചക്രവർത്തി കൈസർ ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതുകയാണ്. ബൈബിളിൽ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്, എന്താണ്? 7 അക്ഷരങ്ങളില്ലാത്ത അധ്യായം ഓതിയാൽ സ്വർഗത്തിൽ കടക്കാം. ഫാത്തിഹയിൽ 7 അക്ഷരങ്ങളില്ല. സജ്ജത്ത് ഷറഫ് എന്നാണ് അതിന്റെ പേര്. അതായത് ഫാ, ജീം, ഷീന്, 3 പുള്ളിയുള്ള താ, ലോഹ്, 7ാമത്തെ അക്ഷരമായ ഖാ, 1 പുള്ളിയുള്ള സാഹ്, 11ാമത്തെ അക്ഷരം. ഞങ്ങൾ ബൈബിളിലെല്ലാം പരിശോധിച്ചിട്ടും ഇങ്ങനൊരു അധ്യായം കണ്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേദം പരിശോധിക്കുകയെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് റോമൻ ചക്രവർത്തിയായ കൈസർ ഒരിക്കൽ പറയുകയുണ്ടായി. ഇത്തരം ഒരു അധ്യായമുണ്ടോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ വിവരം സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്.
അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഫാത്തിഹയിൽ ഈ 7 അക്ഷരങ്ങളില്ല. വിവരം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൈസർ ചക്രവർത്തിയെ അറിയിക്കുകയാണ്. അദ്ദേഹം മുസ്ലിമാവുകയും ആ നിലയിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം പറയുമ്പോൾ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുകയും അതിന്റെ പൊരുൾ മനസ്സിലാക്കി കൃത്യമായി ഫാത്തിഹ തെറ്റുകൂടാതെ ജീവിതത്തിന്റെ നിയമപ്രകാരം ഓതാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം 6ാമത്തെ അധ്യായമാണ് ഫാത്തിഹയിൽ നമ്മൾ പറയുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നതിലെ ഹാ ഇഹ്ദിന, ആ ഹാഇന്റെ ഉച്ചാരണം വളരെ വ്യക്തമാക്കണം. ഇഹ്ദിന, ഹാഇന്റെ ഉച്ചാരണം വ്യക്തമാക്കി ഓതേണ്ട ഒരു ആയത്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതുപോലെ സിറാത്തൽ മുസ്തഖീം, ഐ സിറാത്തൽ സ്വാദ്, അത് സ്വാദും തോഹും വളരെ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ്. സിറാത്തായി പോകാൻ പാടില്ല. താന്ന് പറഞ്ഞാൽ സാധാരണ 2 പുള്ളിയുള്ള തായി മാറാൻ പാടില്ല, തോഹാണ്. അപ്പൊ അത് ഓതുമ്പോ സിറാത്തൽ മുസ്തഖീം. അതുപോലെ തന്നെ തീരെ തോഹും ആയി മാറിപ്പോകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മുസ്തഖീം, മുസ്തഖീമിനെ ഖാഫിനെ കാഫായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കും. മുസ്തഖീമല്ല, മുസ്തഖീം. അത് വളരെ സൂക്ഷിച്ച് ഓതേണ്ട ഒരു ആയത്താണ്. അതിൽ തന്നെ ഖായിന് മുമ്പ് സാഹും മുസ്തഖീം, മുസ്തഖീം, ആ സീന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. അവർ സ്വാദ് തോഹോ ആയി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സിറാത്തയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കലോട് കൂടെ തന്നെ അല്ലദീന, ദാലിന്റെ മുകളിൽ പുള്ളിയിട്ട ദാലാണ്, അത് സായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അല്ലസീന ആയി പോകരുത്, അല്ലദീന. സിറാത്തല്ലദീന, സീന ആയി പോകാൻ പാടില്ല, അപ്പൊ അത് അക്ഷരം മാറും. അതുപോലെ അൻഅംത, ആകാൻ പാടില്ല, ഉച്ചാരണം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പുറമെ അൻഅംത എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിച്ചവർ, അത് അൻഅംതു എന്നായി പോകരുത്, ഞാൻ അനുഗ്രഹിച്ചത് അർത്ഥമാകും. അപ്പോ അൻഅംതു എന്ന് ഞാൻ അനുഗ്രഹിച്ചു എന്ന രീതിയിലാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അൻഅംത അലൈഹിം, അൻഅംതി എന്നും ആകാൻ പാടില്ല. എടി പെണ്ണെ നീ അനുഗ്രഹിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. അൻഅംതി എന്ന് പറഞ്ഞാൽ പെണ്ണിനോട് പറയും പോലെ അങ്ങനെയും ആവാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരം. ചിലപ്പോ ഐനായി പോകും, ഐരിൽ മഗ്ദൂബി എന്നുള്ളത് ഐരിൽ മഗ്ദൂബിന്ന് ആവാൻ പാടില്ല, ഐനായി മാറാതിരിക്കണം. അതുപോലെ തന്നെ മഗ്ദൂബി എന്നതിലും മഗ്ദൂബി എന്നാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ആവാതിരിക്കാൻ, തോഹിന്റെ മോളിൽ പുള്ളിയിട്ട ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. മഗ്ദൂബ് സ്വാദിന്റെ മുകളിൽ പുള്ളിയിട്ട ലോതാണ്. അപ്പൊ ലോത് ഉച്ചരിക്കുമ്പോ നാവിന്റെ രണ്ടാമൊരു സൈഡ് നമ്മുടെ കോട്ടുവച്ച് എന്ന് പറയും, അതിനോട് തട്ടിയിട എന്ന രീതിയിലാണ് ഉച്ചരിക്കുന്നത്.
ലോബി ലോ അല്ല ലോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവിടെ ശ്രദ്ധ, അവിടെ മധ്യ ലാസിമുണ്ട്, അതുപോലെ മദ്ആനിനും അവിടെ ലോദ് ശ്രദ്ധയുള്ള ലോദ്, ആ ലോദ് ലാഹാതിരിക്കാൻ വലല്ലാലീൻ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വലല്ലാലീനല്ല വലല്ലാലീൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോദിന്റെ മദ് ശ്രദ്ധിക്കണം. ലോദിന്റെ മഖ്റജ് ഉച്ചാരണ സ്ഥലവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശരിക്കും മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ആകെ നിർബന്ധമുള്ള സൂറത്തുൽ ഫാത്തിഹ അത് മാത്രമാണ്. അത് ശരിയായില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം തന്നെ എന്താവില്ല, ശരിയാവുകയില്ല. അതുകൊണ്ട് അത് കൃത്യമായി നാം പഠിച്ചു വെക്കൽ നമുക്ക് നിർബന്ധമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണമേ അല്ലാഹ്. എവിടുക്കാ സന്മാർഗത്തിലാക്കേണ്ടത്? സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്. സൂറത്തുൽ ഫാത്തിഹയിലെ 6ാമത്തെ സൂക്തം, നേരായ പാതയിൽ ഞങ്ങളെ നീ നയിക്കണമേ, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തേണമേ. ഇഹ്ദിന, ഞങ്ങളെ നീ വഴി നടത്തേണമേ, മാർഗം കാണിച്ചു തരണമേ. ഏത് മാർഗം? സിറാത്ത്, മാർഗം, വഴി. മുസ്തഖീം, നേരായ, ചൊവ്വായ, ഋജുവായ. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. ഈ നേരായ മാർഗത്തിൽ ഞങ്ങളെ നിലനിർത്തണേ എന്നാണ് മഹാന്മാർ ഈ ആയത്തിന് നിർവചനം നൽകിയിരിക്കുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കാനും അതിനായി തന്നെ മരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. അഥവാ ഈ ഹിദായത്തിൽ ഞങ്ങൾ നീ നിലനിർത്തണേ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിറാത്തുൽ മുസ്തഖീം എന്നതിന് മഹാന്മാർ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മുഹമ്മദ് ഇബ്നുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി സിറാത്തുൽ മുസ്തഖീം എന്നതിന് പരിശുദ്ധമായ ദീൻ എന്നാണ് അർത്ഥം നൽകിയിരിക്കുന്നത്. പരിശുദ്ധമായ ദീൻ. ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവുമാണ് സിറാത്തുൽ മുസ്തഖീം എന്നതിന്റെ നിർവചനം. ഹജ്ജിന് വേണ്ടിയുള്ള മാർഗം ഒരുക്കി തരണമേ എന്നായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്തിന്, എന്ന വാക്കിന് നിർവചനം നൽകിയത്. ഹിദായത്താണ് അല്ലാഹു ഒരു വിശ്വാസിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ ഹിദായത്ത് അതിനോളം വരുന്ന മറ്റൊരു അനുഗ്രഹവും വേറെയില്ല. ശരിയായ ചിന്ത, ബുദ്ധിപരമായ തെളിവുകൾ, പ്രവാചകന്മാരുടെ ദൈവിക ഗ്രന്ഥം, മഅരിഫത്തിന്റെ ഇൽമ് തുടങ്ങിയ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയിലേക്ക് ഹിദായത്തിന്റെ പല മാർഗങ്ങളും നൽകുന്നത്. അല്ലാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകിയാൽ പിന്നെ യാതൊരു ഭയത്തിന്റെയും ആവശ്യമില്ല എന്നാണ്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ കാണാം, മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു, മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കിയാൽ ഒരാൾക്കും തന്നെ അവനെ വഴികേടിലാക്കാൻ സാധിക്കുകയില്ല. വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ഇനിയോ അല്ലാഹു ഒരാളെ വഴികേടിലാക്കിയാലോ അങ്ങനത്തെ ഒരാളെ ഹിദായത്തിലാക്കാനും ആർക്കും തന്നെ സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന, നബിയെ, അങ്ങ് ഇഷ്ടപ്പെട്ട ആളെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഹിദായത്ത് എന്നത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അല്ലാഹുവിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് മുത്തുനബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇൻഷാ അല്ലാഹ് സിറാത്തുൽ മുസ്തഖീമിന്റെ വിഭാഗം ആരാണ് എന്നടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്ത ഓരോ സൽക്രമങ്ങളും ഇൽമിന്റെ സദസ്സുകളും ഒക്കെ അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റിയിട്ട് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഇന്നത്തെ രാവ് ലൈലത്തുൽ ഖദ്റിന്റെ രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട പോലെ അതിനെ ബഹുമാനിച്ച് ആദരിച്ചതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദ് വ ആലി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.